ഹിമാചൽ പ്രദേശിൽ വീണ്ടും മിന്നൽ പ്രളയം. ചമ്പയിലെ സലൂണിയിലാണ് മേഘവിസ്ഫോടനം ഉണ്ടായത്. കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും മണാലി ലേ ഹൈവേ തകർന്നിട്ടുണ്ട്. ദൃശ്യങ്ങൾ കാണാൻ ആദ്യം. അനൂപ് ദാസ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനൂപ്, ഒരു മിന്നൽ പ്രളയത്തിന്റെ ആഘാതത്തിൽ നിന്ന് കരകയറി വരുന്നതേ ഉള്ളൂ. അവിടെ പോലും കാര്യങ്ങൾ സാധാരണ നിലയിലേക്ക് ആയിട്ടില്ല. അപ്പോഴാണ് ദാ ഇവിടെ ദൃശ്യങ്ങൾ കാണുമ്പോൾ പേടിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ്. ശരിയാണ് ആര്യ, പേടിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഹിമാചൽ പ്രദേശിൽ നിന്നും ഒപ്പം തന്നെ പഞ്ചാബിൽ നിന്നുമൊക്കെ പുറത്തേക്ക് വരുന്നത്. നമ്മളൊക്കെ പ്രധാനമായി ടൂറ് പോകുന്ന ഒരിടമാണ് മണാലി. ആ മണാലിയിൽ ഒരു ഹോട്ടലിൻ്റെ ദൃശ്യം ഇപ്പോൾ വരുന്നു. ഹോട്ടലിൻ്റെ മുൻഭാഗം മാത്രം ബാക്കി, പിറകിലുള്ള ഭാഗം മുഴുവൻ പുഴയെടുത്ത് കൊണ്ടുപോയിരിക്കുന്നു. ബിയാസ് നദി പലയിടങ്ങളിലും കരകവിഞ്ഞൊഴുകുകയാണ്. മണാലിയിൽ നിന്ന് ലേയിലേക്കുള്ള പാത സമ്പൂർണ്ണമായി തകർന്നു പോയിരിക്കുന്നു. പലയിടങ്ങളിലും ഇങ്ങനെ കാര്യമായ പ്രശ്നങ്ങളുണ്ട്. ഒപ്പം തന്നെ രാജസ്ഥാൻ, പഞ്ചാബ്, ജമ്മു കാശ്മീർ, ഹിമാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ പല ഭാഗങ്ങളിലും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒപ്പം ഡൽഹി ഉൾപ്പെടെയുള്ള മേഖലകളിൽ വിമാന സർവീസിനെ മഴ കാര്യമായി ബാധിച്ചിട്ടുമുണ്ട്. എന്തായാലും ഒരാഴ്ചക്കാലത്തെ ഇടവേളയ്ക്ക് ശേഷം ഉത്തരേന്ത്യയിൽ മഴ വീണ്ടും ശക്തമാവുന്നതിന്റെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. ശരി, അനൂപ് ദാസാണ് വിവരങ്ങൾ നൽകിയത്.